ഹരേ കൃഷ്ണ. കണ്ണൻ്റെ വനമാലയിലേക്ക് ഏവർക്കും സ്വാഗതം. വസുദേവ ദേവകി വിവാഹവും ബലരാമ അവതാരവും വർണ്ണിക്കാതെ ശ്രീകൃഷ്ണ അവതാരം വർണ്ണിക്കാനാവില്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് ആ കഥ പറഞ്ഞാലോ. ഒരിക്കൽ യദുകുലാചാര്യനും ജ്യോതിശാസ്ത്ര പണ്ഡിതനുമായ ഗർഗമുനി ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജസന്നിധിയിലെത്തി. കുശല പ്രശ്നാന്തരം മഹാരാജാവിനോട് പുത്രിയായ ദേവകിയെ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ നിർദ്ദേശിച്ചു. അപ്രകാരം മംഗളമായി തന്നെ വിവാഹവും കഴിഞ്ഞു. അനന്തരം വസുദേവർ അലങ്കരിച്ച രഥത്തിൽ തൻ്റെ പ്രിയതമയായ ദേവകിയോടൊപ്പം യാത്ര ആരംഭിച്ചു. സഹോദരിയെ അത്യധികം സ്നേഹിച്ചിരുന്ന കംസൻ തന്നെയായിരുന്നു തേർ നയിച്ചിരുന്നത്. ഹേയ് കംസ, നീ ഓടിക്കുന്ന രഥത്തിലിരിക്കുന്ന നിന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രനാൽ നിന്റെ മരണം സംഭവിക്കും എന്ന് അശരീരി കേൾക്കേണ്ട താമസം കംസൻ തൻ്റെ ഇരുതല മൂർച്ചയുള്ള വാൾ ഉറയിൽ നിന്നൂരിയെടുത്ത് ദേവകിയെ വധിക്കാനൊരുങ്ങി. വസുദേവർ പെട്ടെന്ന് കംസനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രഭോ, പരാക്രമണം സ്ത്രീകളോടോ? അങ്ങക്ക് ദേവകിയെ യാതൊരു ഭയവുമില്ലല്ലോ. അവൾ പ്രസവിക്കുന്ന പുത്രന്മാരെയല്ലേ അങ്ങ് ഭയക്കുന്നുള്ളൂ. ദേവകി പ്രസവിക്കുന്ന പുത്രന്മാരെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാം. ദേവകിയെ വധിക്കാതെ വിടുക. ഈ വാക്കുകളിൽ വിശ്വാസം തോന്നിയ കംസൻ പിന്മാറി സ്വന്തം ഗൃഹത്തിലേക്ക് പോയി. അശരീരി കേട്ട് ഭയന്ന് കംസൻ ഊണും ഉറക്കവുമില്ലാതെ രാജകൊട്ടാരത്തിൽ അലഞ്ഞുതിരിഞ്ഞു. കംസൻ വസുദേവരുടെ ഗൃഹത്തിന് ചുറ്റും കാവലേർപ്പെടുത്തി. അങ്ങനെ ദേവകി ആദ്യമായി ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. കീർത്തിമാൻ എന്നു പേരുള്ള ആ കുഞ്ഞിനെ വസുദേവർ കംസന് സമർപ്പിച്ചു. വസുദേവരുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ കംസൻ ആ കുഞ്ഞിനെക്കുറിച്ച് ഓർത്ത് തനിക്ക് ഭയമില്ലെന്നും എന്നാൽ 8ാമത്തെ പുത്രനെ താൻ വധിക്കുമെന്നും പറഞ്ഞ് കുഞ്ഞിനെ വസുദേവരെ തിരികെ ഏൽപ്പിച്ചു. അദ്ദേഹം സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോയി. എന്നാൽ സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ മതിയാകൂ. ശ്രീ നാരദ മഹർഷി കംസന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. പിന്നത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ. യാദവന്മാർ ദേവാംശമുള്ളവരാണെന്നും ദേവന്മാരുടെ കണക്കുകൂട്ടൽ ഭിന്നമായതിനാൽ ഏതാണ് 8ാമത്തെ പുത്രനെന്ന് കണക്കാക്കുക പ്രയാസമാണെന്നും മഹർഷി കംസനെ ധരിപ്പിച്ചു. അങ്ങനെ കംസൻ യാദവരെ ഒന്നൊന്നായി വധിക്കാൻ തുടങ്ങി. ആദ്യമായി കംസൻ വസുദേവരെയും ദേവകിയെയും പിതാവായ ഉഗ്രസേന മഹാരാജാവിനെയും കാരാഗ്രഹത്തിലടച്ച ശേഷം ദേവകിക്ക് ജനിച്ച 6 കുഞ്ഞുങ്ങളെയും നിർദാക്ഷിണ്യം പാറമേലടിച്ചു വധിച്ചു. ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ ജനിച്ചത് സാക്ഷാൽ അനന്തനായിരുന്നു. വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശത്തെ തുടർന്ന് യോഗമായ ദേവി ആ ഗർഭത്തെ നന്ദഗോപഗൃഹത്തിൽ താമസിച്ചിരുന്ന വസുദേവ പത്നിയായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റി. ഭാദ്രപദ മാസത്തിലെ ശുക്ലഷഷ്ടി ദിവസം സ്വാതി നക്ഷത്രത്തിൽ രോഹിണി പ്രസവിച്ചു. ദേവകൾ ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി നടത്തി. നന്ദഗോപൻ ശിശുവിൻ്റെ ജാതകർമാദികൾ നടത്തി. അവിടെ സന്നിഹിതരായിരുന്ന വ്യാസൻ, ദേവലൻ എന്നീ മഹർഷിമാരിൽ നിന്നും രോഹിണി പ്രസവിച്ച ശിശു ശേഷാംശജാതനാണെന്ന് നന്ദഗോപൻ മനസ്സിലാക്കി. എല്ലാവരും ആ ശിശുവിനെ സ്തുതിച്ചു. ഇനി പരിപൂർണാവതാരമായ ശ്രീകൃഷ്ണാവതാരം അടുത്ത ദിവസം വർണ്ണിക്കാമേ. രാധേശ്യാം.